അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ ശഅബാൻ 25-ാം ദിവസത്തെ മജ്‌ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ശഅബാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസത്തെ മജ്‌ലിസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധന്യമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. വെള്ളിയാഴ്ചയുടെ ഫضل കൊണ്ട് അല്ലാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി തരട്ടെ. വെള്ളിയാഴ്ച ദിവസം കൊണ്ടും ശഅബാൻ മാസം കൊണ്ടും വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം നീ പുറത്തു തരണേ റഹ്മാനെ. പരിശുദ്ധമായ ഹൃദയവുമായിട്ട്, കലകലഞ്ഞ ഈമാനുള്ള ഹൃദയവുമായിട്ട് പരിശുദ്ധ റമളാനിനെ വരവേൽക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ പൊരുത്തത്തിലും നിന്റെ ത്വാഅത്തിലുമായി ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ അല്ലാഹ്. ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങൾ അല്ലാഹുവേ, പല വിഷമങ്ങളും പ്രയാസങ്ങളും മുറാദുകളും പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. നാദാ, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. സങ്കടങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഹലാലായ മുറാദുകളൊക്കെ പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഏതൊരു കാര്യം പറഞ്ഞിട്ടാണോ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തതെങ്കിൽ ആ കാര്യം പെട്ടെന്ന് റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് വലിയ ഖൈറും ബറക്കത്തും ജീവിതത്തിൽ നൽകണേ അല്ലാഹ്. റാഹത്തുള്ള സന്തോഷമുള്ള വിജയികളുടെ ജീവിതം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മജ്‌ലിസ് ആരംഭിക്കുകയാണ്. ആത്മാർത്ഥമായി അറിയുന്നവരിലേക്കോ ഷെയർ ചെയ്തു കൊടുക്കുക. അവസാനം വരെ പങ്കെടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ലൈക്ക് ധാരാളം ആളുകളിലേക്ക് നമ്മുടെ മജ്‌ലിസ് എത്താൻ കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ വലിയ ഖൈർ നൽകട്ടെ. ആദ്യമായി ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോയ, മുൻകാലങ്ങളിലെ ശഅബാൻ 25-ന് മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് വേണ്ടി ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവരാണെങ്കിലും ശരി, ഒരു ഫാത്തിഹ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ സ്വീകരിക്കണേ. അതിൻ്റെ സവാബിൻ്റെ മിസ്ല് ഹബീബായ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ. ഈ മാസത്തിൽ മരണപ്പെട്ടു പോയ എല്ലാ മഹത്തുക്കളുടെയും അർവാഹിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ ദറജ ഉയർത്തണേ റബ്ബേ. പടച്ചോനെ, ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോയ മുൻകാലങ്ങളിലെ ശഅബാൻ 25-ന് മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ അർവാഹിലേക്കും എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മറഞ്ഞിട്ടുണ്ടോ അവരുടെയൊക്കെ അർവാഹിലേക്കും എത്തിക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അവരോട് ബന്ധപ്പെട്ടവരുടെ ചിലരുടെ കാണ്ട് വരുന്നത് ശഅബാനിലാണ് റബ്ബേ. കണ്ടു കഴിഞ്ഞവരുണ്ട്, വരാനിരിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റബ്ബേ. ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലികാരിൽ അവരെയും ഞങ്ങളെയും ചേർക്കണേ അല്ലാഹ്. സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ സമയങ്ങളിൽ, ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ മക്കളിൽ, ഇണയിൽ, അല്ലാഹുവേ, ഞങ്ങളുടെ ജോലികളിലെല്ലാം ഈ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഖൈറിന്റെ അഹ്ലികാരി ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ഇന്നത്തെ ദിവസം അല്ലാഹുവിൽ നിന്നുള്ള വലിയ ഹിഫ്ളും വലിയ സംരക്ഷണവും ലഭിക്കാൻ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തായ ആയത്തുൽ കുർസിയ്യ് പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. പടച്ചോനെ, സ്വീകരിക്കണേ. ഞങ്ങൾ ഓതിയ ആയത്തുൽ കുർസിയെ കബൂലാക്കണേ. ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ ഫിത്നകളിൽ നിന്നും, അപകട മുസീബത്തുകളിൽ നിന്നും, എല്ലാ ഭൗതികവും അഭൗതികവുമായ എല്ലാ ഷർറിൽ നിന്നും, ഷർറുകാരിൽ നിന്നും ഞങ്ങൾക്കേവർക്കും നീ വലിയ ഹിഫ്ളും സംരക്ഷണവും നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് വെള്ളിയാഴ്ച ദിവസം 5 തവണ ചൊല്ലേണ്ട ഒരു ബൈത്തുണ്ട്. മഹാനായ അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ബൈത്ത് ആരെങ്കിലും എല്ലാ വെള്ളിയാഴ്ചയും 5 തവണ പതിവാക്കി കഴിഞ്ഞാൽ മുസ്ലിമായിട്ടല്ലാതെ മരിക്കൂല. ഈമാൻ കിട്ടി മരിക്കാൻ അല്ലാഹുവിൽ നിന്നുള്ള വലിയ തൗഫീഖ് ലഭിക്കും. ആ ബൈത്ത് നമുക്ക് 5 തവണ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم റബ്ബേ സ്വീകരിക്കണേ അല്ലാഹുവേ, മുഅ്മിനായിട്ടല്ലാതെ നീ പൊരുത്തപ്പെട്ട രൂപത്തിലായിട്ടല്ലാതെ ഞങ്ങൾ ആരുടെയും റൂഹിനെ നീ പിടിക്കല്ല റബ്ബേ. യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച് യഥാർത്ഥ മുഅ്മിനായിട്ട് തന്നെ മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് പരിശുദ്ധമായ ശഅബാനിൽ പ്രാർത്ഥിക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായ ശ്രേഷ്ഠമായ പ്രാർത്ഥന നടത്താം. അത് റജബിൽ മാത്രമല്ല, ശഅബാൻ കഴിയുന്നത് വരെ ആ പ്രാർത്ഥന നമ്മൾ നടത്തണം. റജബിൽ എങ്ങനെയായിരുന്നോ നമ്മൾ അറിഞ്ഞിരുന്നത്, അതേപോലെ തന്നെ ശഅബാൻ കഴിയുന്നത് വരെ ആ പ്രാർത്ഥന നടത്തണം. ആ ശ്രേഷ്ഠമായ പ്രാർത്ഥന നമുക്ക് 33 തവണ ചൊല്ലാം. അല്ലാഹു നമുക്ക് സ്വീകാര്യം നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. 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 അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്.
ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഇണയിൽ, വീട്ടിൽ എല്ലാ കാര്യത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ. വിശുദ്ധമായ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ റബ്ബേ. ആഫിയത്തോടെ, തഖ്വയോടെ, ഈമാനോടെ എത്തിക്കണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് വിശുദ്ധമായ ഖുർആന് കഴിഞ്ഞാൽ ശ്രേഷ്ഠമായ ദിക്റാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച ബാഖിയാത്ത് സ്വാലിഹാത്ത് എന്ന് ഖുർആന് വിശേഷിപ്പിച്ച ശ്രേഷ്ഠമായ ദിക്ർ 66 തവണ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ.
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. റബ്ബേ സ്വീകരിക്കണേ റബ്ബേ. ശ്രേഷ്ഠമായ ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ ദുനിയാവും ആഖിറവും വിജയത്തിലാക്കി തരണേ. ഞങ്ങളുടെ ജീവിതം ഹൈറിലാക്കി തരണേ അല്ലാഹ്. ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി തരണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ റബ്ബേ. ആരോഗ്യം നൽകണേ അല്ലാഹ്. നല്ല ഈമാനും തഖ്വയും നൽകണം അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടിത്തരണേ റബ്ബേ. കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി തരണം അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ദിക്റുകളുടെ രാജാവായ അഫ്ളലു ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 തവണ ചൊല്ലാം. അല്ലാഹു ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മേൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് വലിയ ഭാഗ്യം നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 لا إله إلا الله
അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾ ചൊല്ലിയതായ അഫ്ളലു ദിക്റിനെ കബൂലാക്കണേ. അഫ്ളലു ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ വലിയ നേട്ടവും വിചാരിക്കാത്ത ഭാഗത്തിലൂടെ വലിയ മാറ്റവും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. വലിയ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് 100 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന് ചൊല്ലാം. റബ്ബേ എനിക്ക് മാപ്പ് നൽകണേ എന്ന ചിന്തയോടുകൂടി എല്ലാവരും ചൊല്ലുക. അള്ളാഹു നമ്മുടെ തെറ്റുകൾ പുറത്തു തരുകയും അതോടുകൂടെ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു ഫത്ഹ് അള്ളാഹു ഉണ്ടാക്കി തരുകയും ചെയ്യും. അത് ഇസ്തിഗ്ഫാറിന്റെ നേട്ടമാണ്. റബ്ബ് സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം أستغفر الله العظيم 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 أستغفر الله العظيم
അല്ലാഹുവേ സ്വീകരിക്കണേ. ഞങ്ങൾക്കൊക്കെ നീ പുറത്തു തരണേ റബ്ബേ. തെറ്റുകളൊക്കെ പുറത്തു തന്ന് ഹൃദയം ശുദ്ധീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കുമൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഇസ്തിഗ്ഫാറിന്റെ ഹക്ക് കൊണ്ട് പടച്ചോനെ ഞങ്ങളുടെ കാര്യങ്ങളിലൊക്കെ റാഹത്തും വിജയവും സലാമത്തും നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി നമുക്ക് ഈ ശഅബാനിൽ ചൊല്ലേണ്ടതായ ശ്രേഷ്ഠമായ ദിക്ർ, ആ ദിക്ർ ചൊല്ലിയാൽ 1000 വർഷത്തെ ഇബാദത്തിന്റെ കൂലി അല്ലാഹു നൽകും. അത്രയും പവറുള്ള ദിക്റാണ്. അതിലൂടെ ഭൗതികവും ഉഖ്റവിയുമായ നേട്ടങ്ങൾ അല്ലാഹു നമുക്ക് നൽകും. നല്ല ഈമാനും തഖ്വയും അല്ലാഹു നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരും. കാര്യങ്ങളിലൊക്കെ അല്ലാഹു വിജയം നൽകും. ആ ശ്രേഷ്ഠമായ ദിക്ർ 33 തവണ നമുക്ക് ചൊല്ലാം. ചൊല്ലിക്കോളൂ മുഅ്മിനീങ്ങളെ. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. تقبل الله. പടച്ചോനെ ശ്രേഷ്ഠമായി ദിക്ർ ചൊല്ലിയാൽ 1000 വർഷത്തെ ഇബാദത്തിന്റെ കൂലി പടച്ചോൻ നൽകുമെന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹ് ആ കൂലി ഈ പാപികളായ അല്ലാഹ് ആ കൂലി സാധുക്കളായ ഞങ്ങൾക്ക് നീ പൂർണ്ണമായി നൽകണേ റബ്ബേ. ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ പെട്ടെന്ന് ഹാസിലാക്കി തരണേ റബ്ബേ. വിഷമങ്ങളൊക്കെ തീർത്ത് തരണേ. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണം അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടിത്തരണേ റബ്ബേ. കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി തരണേ. നല്ല ഈമാനും തഖ്വയും നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി നമുക്ക് ഈ ശഅബാനിൻ്റെ മനോഹരമായ ഈ പകലിൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ചുകൊണ്ട് ചൊല്ലിയ ശ്രേഷ്ഠമായ ദിക്ർ, ശ്രേഷ്ഠമായ തസ്ബീഹ്
എല്ലാ വിപത്തുകളിൽ നിന്നും രക്ഷ കിട്ടാൻ കാരണമാകുന്ന ഈ ശ്രേഷ്ഠമായ ദിക്ർ നമുക്ക് 40 തവണ ചൊല്ലാം. അള്ളാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. ഇത് കാരണം നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യത്തിൽ നിന്നും, നമുക്ക് പ്രയാസമായി തോന്നുന്ന എല്ലാത്തിൽ നിന്നും അള്ളാഹു നമുക്ക് റാഹത്തും എളുപ്പവും നൽകി അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. അല്ലാഹുവേ സ്വീകരിക്കണേ. ശ്രേഷ്ഠമായ മഹാന്മാര് ചൊല്ലിയ, പ്രവാചകർ ചൊല്ലിയ മഹത്തായ ഈ ദിക്ർ 40 വട്ടം ഞങ്ങൾ ചൊല്ലി അല്ലാ. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ ഞങ്ങളുടെ വേദനകളൊക്കെ ശിഫയാക്കി തരണേ, കടങ്ങളൊക്കെ വീട്ടിത്തരണേ, പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ച് തരണേ. തഖ്വയും പൂർണ്ണമായ ഈമാനും ഞങ്ങൾക്കേവർക്കും നൽകണേ അല്ലാ. കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാരുണ്ട്, പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ശ്രേഷ്ഠമായ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ കാര്യം നീ റാഹത്തിലാക്കി, പെട്ടെന്ന് റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി നമുക്ക് ആരംഭ ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള ശ്രേഷ്ഠമായ സ്വലാത്ത് 100 തവണ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد صلى الله عليه وسلم
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين تقبل الله. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുആ ചെയ്യാണ്. പരിശുദ്ധമായ ശഅബാൻ 25-ാം ദിവസത്തെ ശ്രേഷ്ഠമായ മജ്ലിസിലെ ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ടാണ് നാം ഇരിക്കുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, ഒരുപാട് മുറാദുകളുള്ളവരുണ്ട്, കടങ്ങളുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, കട കൊടുത്ത പൈസ തിരിച്ചു കിട്ടാത്തവരുണ്ട്, ജോലിയുടെ വിഷയത്തിൽ സങ്കടപ്പെടുന്നവരുണ്ട്. എല്ലാം അള്ളാഹുവിനോട് നമുക്ക് പറയാം. അതിലുപരി നമ്മുടെ ഉഖ്റവിയായ കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുന്ന കാര്യങ്ങൾ എല്ലാം പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ആത്മാർത്ഥമായിട്ട് എല്ലാവരും പറയാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ اللهم صل وسلم وبارك على رسولك سيدنا محمد صلى الله عليه وسلم وعلى آل وصحاب سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. അള്ളാഹുവേ, ഞങ്ങൾ ഓതിയതും ഞങ്ങൾ ചൊല്ലിയതുമെല്ലാം കബൂലാക്കണേ അല്ലാ. പോരായ്മകളൊക്കെ പുറത്തു തരണേ റഹ്മാനെ. ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് അതിൻ്റെ സവാബിനെ മിസ്ലെത്തിക്കണേ. ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ അംബിയ മുർസലീങ്ങളുടെയും ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. മഹാനായ ഖുദർ നബി അലൈഹി സ്വലാമിൻ്റെയും ഇല്യാസ് നബി അലൈഹി സ്വലാമിൻ്റെയും ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. പടച്ചോനെ, റസൂലുള്ളാഹി തങ്ങളുടെ ആലിൻ്റെയും അഹ്ലു ബൈത്തിൻ്റെയും അസ്വഹാബിൻ്റെയും ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. എല്ലാ ഔലിയാക്കന്മാരുടെയും ശുഹദാക്കളുടെയും ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവരുടെയൊക്കെ ദറജ നീ ഉയർത്തണേ അല്ലാ. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ തേട്ടം നീ കബൂലാക്കണേ റഹ്മാനെ. പടച്ചോനെ, പല വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അല്ലാഹ് ഓരോരുത്തർക്കും ഓരോ സങ്കടങ്ങളാണ്. കമന്റുകൾ വായിക്കുമ്പോൾ, മെസ്സേജിലൂടെയായിട്ടും നേരിട്ട് കാണുമ്പോഴൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് പേരുണ്ട്. പടച്ചോനെ, അവരുടെ വിഷമങ്ങളൊക്കെ ദൂരീകരിച്ച് കൊടുക്കണേ അല്ലാ. ഏതൊരു കാര്യം പറഞ്ഞിട്ടാണോ, ഏതൊരു സങ്കടം പറഞ്ഞിട്ടാണോ, വിഷമം പറഞ്ഞിട്ടാണോ ദുആ കൊണ്ട് വസിയ്യത്തെങ്കിൽ
ആ കാര്യത്തിൽ അവർക്ക് നീ റാഹത്തും സലാമത്തും നൽകണേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഞങ്ങളോട് ബന്ധപ്പെട്ടവരിലുണ്ട്. ഷാഫിയായ കാഫിയായ റബ്ബേ, നിന്റെ ശിഫയല്ലാതൊരു ശിഫ ഞങ്ങൾക്കില്ല അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി തരണേ അല്ലാ. പൂർണ്ണമായ ആഫിയത്തും ആരോഗ്യവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. കഠിനമായ സങ്കടമുള്ളവരുണ്ട്, കഠിനമായ പ്രയാസമുള്ളവരുണ്ട്, കഠിനമായ രോഗത്തിനകപ്പെട്ടവരുണ്ട് നാഥ. അവർക്കൊക്കെ നീ സലാമത്ത് നൽകണേ റബ്ബേ. വീടില്ലാതെ വിഷമം അനുഭവിക്കുന്നവരുണ്ട് നാഥ. ഹൈറായ ലാഹിക്കായ കുളിർമയുള്ളൊരു വീട് വെക്കാനുള്ള എല്ലാ കഴിവും നീ പെട്ടെന്ന് നൽകണേ അല്ലാ. കുട്ടികളെ കല്യാണം ശരിയാവാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. വിവാഹപ്രായമെത്തിയിട്ടും കല്യാണം ശരിയാവാത്ത സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, ലാഹിക്കായ ഒരു ബന്ധം, സ്വാലിഹായ ഒരു ബന്ധം എത്രയും പെട്ടെന്ന് അവർക്ക് നീ നൽകണേ അല്ലാ. കടങ്ങളെ കൊണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് നാഥ. അവരുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴികൾ നീ പെട്ടെന്ന് തുറന്നു കൊടുക്കണേ അല്ലാ. വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്തവരുണ്ട് റബ്ബേ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ റഹ്മാനെ. പൈസ കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ. കടം വാങ്ങിയവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് നീ കൊടുക്കണേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, അവിടെ ഇക്കാമയുടെയും മറ്റും വിഷയത്തിൽ സങ്കടപ്പെടുന്നവരുണ്ട് റബ്ബേ. അവരുടെ ജോലിയിൽ നീ റാഹത്ത് നൽകണേ. അവിടുത്തെ നിയമപ്രശ്നങ്ങളൊക്കെ നീ സലാമത്തിലാക്കി കൊടുക്കണേ. കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാ. വല്ല ശർറും ഞങ്ങളുടെ ജീവിതത്തിൽ നീ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ പടച്ചവനെ, ഈ സമയത്തിന്റെ, ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളുടെ സ്വലാത്തുകളുടെ ബർക്കത്ത് കൊണ്ട് നീ തട്ടി മാറ്റണേ അല്ലാ. പടച്ചവനെ, ഒരു സഹോദരി, അവരുടെ മകൻ വീണിട്ട് കണ്ണിന് പരിക്ക് പറ്റിയിട്ട് റബ്ബേ സർജറി കഴിഞ്ഞിട്ടുണ്ട്. ആ കണ്ണിന്റെ അവസ്ഥ പൂർണ്ണ സ്ഥിതിയിൽ നീ ആക്കി കൊടുക്കണേ അല്ലാ. വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് റബ്ബേ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. ഞങ്ങൾക്ക് ഏവർക്കും ദുആ കൊണ്ട് വസിയ്യത്ത് ഇവർക്കും പടച്ചോനെ അടുത്ത വർഷങ്ങളിലായിട്ട് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ആഫിയത്തും തൗഫീഖും ഈമാനും തഖ്വയും നൽകണേ അല്ലാ. ഹബീബായ തങ്ങൾ ഒരുപാട് തവണ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അവർ നേരിടാനിരിക്കുന്ന പരീക്ഷകളിലൊക്കെ അവർക്ക് ഇനി ഉന്നത വിജയം നൽകണേ അല്ലാ. നല്ല ഓർമ്മശക്തി നൽകണേ അല്ലാ. എല്ലാ ഫിത്നകളിൽ നിന്നും അവരെ നീ കാക്കണേ റബ്ബേ. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ബറക്കത്ത് നൽകണേ അല്ലാ. റാഹത്തുള്ള സമാധാനമുള്ള വീടുകളായി ഞങ്ങളുടെ വീടുകളെ നീ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ ജോലികളിൽ ബറക്കത്ത് നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ ഭർത്താവിൻ്റെ, ഞങ്ങളുടെ മക്കളുടെ, ഞങ്ങളുടെ ഉപ്പയുടെ, സഹോദരങ്ങളുടെ ഒക്കെ ജോലിയിൽ ബറക്കത്തും അഭിവൃദ്ധിയും നൽകണേ അല്ലാ. പടച്ചോനെ, പരിശുദ്ധമായ റമളാനാണ് ഞങ്ങളിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. പടച്ചോനെ, ആ റമളാനു ഷരീഫിനെ ധന്യമാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ശഅബാൻ കൊണ്ട് വിജയിച്ചവർ ഞങ്ങളെവരെയും പെടുത്തണേ അല്ലാ. ഒരുപാട് തെറ്റ് വന്നു പോയവരാണ് നാഥാ. നിന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഈമാനിന്റെ പ്രകാശം കൊണ്ട് നീ മനോഹരമാക്കണേ അല്ലാ. നിനക്ക് ഇബാദത്തെടുക്കുന്നതിന് തടസ്സമാകുന്ന രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് നീ തന്ന് പരീക്ഷിക്കല്ല അല്ലാ. പടച്ചോനെ, നിനക്കൊരുപാട് ദിക്ർ ചൊല്ലുന്നവർ ഞങ്ങളെ പെടുത്തണേ. നിനക്ക് നന്ദിയുള്ള ശാക്കിരീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഒരുപാട് ഇബാദത്തെടുക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ ഞങ്ങളെ പെടുത്തണേ. ഹബീബായ തങ്ങളുടെ മേൽ ഒരുപാട് സ്വലാത്ത് ചെല്ലാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഹബീബായ തങ്ങളെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ.
ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ മഹാന്മാരോട് സ്വാലിഹീങ്ങളോടുള്ള സഹവാസം അവരെ സന്ദർശിക്കാനൊക്കെ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളൊക്കെ നീ നല്ലവരിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ, നിന്റെ പൊരുത്തത്തിലും നിന്റെ ത്വാഅത്തിലും ആയിട്ട് ആഫിയത്തോടെ ഇസ്സത്തോടു കൂടിയുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ അല്ലാ. റബ്ബേ പടച്ചവനെ, ഞങ്ങളുടെ മരണം ഞങ്ങളുടെ നാടല്ലാത്തൊരു നാട്ടിലാണ് നീ കണക്കാക്കിയതെങ്കിൽ പടച്ചോനെ അത് മദീന പോലെയുള്ള പുണ്യഭൂമിയിലാക്കി തരണേ അല്ലാ. ഞങ്ങളെ മറവാടുന്നത് ഞങ്ങളുടെ നാടല്ലാത്തവരെ നാട്ടിലാണ് നീ കണക്കാക്കിയതെങ്കിൽ റബ്ബേ അത് ജന്നത്തുൽ ബഖീ പോലെയുള്ള പുണ്യസ്ഥലത്താക്കി തരണേ അല്ലാ. റബ്ബേ മരിക്കൽ ഹൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സ്വർഗം കണ്ട് റസൂലുള്ളാഹിനെ കണ്ട് റഹ്മത്തിന്റെ മലായികത്തിന്റെ സാന്നിധ്യത്തിൽ സ്വാലിഹീങ്ങളുടെ സാന്നിധ്യത്തിൽ ഉറക്കെ കലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ വിജയികളിൽ ഞങ്ങളേവരെയും പെടുത്തണേ റബ്ബേ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا في شهر رمضان للصيام والقيام وتلاوة القرآن. അള്ളാഹുവേ, ഞങ്ങൾ ഓതിയതിൻ്റെയും ചൊല്ലിയതിൻ്റെയൊക്കെ സവാബിൻ്റെ മിസ്ല് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, വല്ലിപ്പ വല്യമ്മമാരുണ്ട്, ഉസ്താദുമാരുണ്ട്, മുത്താപ്പമാരുണ്ട്, എളാപ്പമാരുണ്ട്, കുടുംബക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്, റബ്ബേ സുഹൃത്തുക്കളുണ്ട്, അയൽവാസികളുണ്ട്. അള്ളാഹ് അവരുടെയൊക്കെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ. സ്വർഗത്തിന്റെ അവകാശികളിൽ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.